ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ നമ്മുടെ അയ്യത്താണ് കേട്ടോ, നമ്മുടെ ചീരക്കുട്ടന്മാരുടെ വെണ്ടക്കുട്ടന്മാരുടെയൊക്കെ അടുത്താണ്. കുറച്ച് ദിവസമായി കേട്ടോ ഇങ്ങോട്ട് വന്നിട്ട്. ഞാനിങ്ങോട്ട് വന്നിട്ട് മമ്മി കഴിഞ്ഞ ദിവസം വന്നിട്ട് വെണ്ടയ്ക്കൊക്കെ പറിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ലാസ്റ്റ് വീഡിയോയിലും വെണ്ടയ്ക്കൊക്കെ പറിച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്നാണ് കേട്ടോ ഇതിനകത്ത് അതിൻ്റെ ആ ഒരു കായ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്നലെയും പറിച്ചതാണ്, പക്ഷേ ഇന്നും ഞാൻ നോക്കിയപ്പോൾ ഇന്നും ഉണ്ട് ഇതിനകത്ത് കാ പറിച്ചെടുക്കാനെ കൊണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചീരയിലെല്ലാം ചെറിയ ചെറിയ എന്തോ പ്രാണികളൊക്കെ കടിച്ചിട്ട് അതിൻ്റെ ഇലയൊക്കെ ചീത്തയാവാൻ തുടങ്ങിയിരിക്കുന്നത്. നമ്മൾ പക്ഷെ കുറേ ഇതിനകത്തുനിന്ന് വിത്തുകളൊക്കെ പറിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എന്താണെന്ന് അറിയത്തില്ല, ഞാനത് കാണിച്ചു തരാവേ. കണ്ടോ, ഇതിനകത്തൊക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പ്രാണികൾ എന്തോ കടിച്ചിട്ട് അതിലെല്ലാം ഇങ്ങനെ, എനിക്ക് തോന്നുന്നു പുഴുവാണെന്ന് തോന്നുന്നു കേട്ടോ, ഇങ്ങനെയല്ല വരുന്നുണ്ട്. എന്താണെന്നറിയില്ല. കണ്ടപ്പോൾ ഭയങ്കര ഒരു വിഷമം, കാരണം ഒരുപാട് കഷ്ടപ്പെട്ട് ചെയ്ത സാധനമാണേ. അപ്പോൾ ഇതിനെന്താ ഇനിയിപ്പോൾ ചെയ്യുക, എന്തെങ്കിലും കീടനാശിനികൾ ഉപയോഗിക്കണം, അല്ലാണ്ട് പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇതേ കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ചീരയുടെ ഒരു അവസ്ഥ. നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ചീര പറിച്ചപ്പോൾ കുറേ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും പെട്ടെന്ന് ഗ്രോത്ത് ആയിട്ടുണ്ട്. വീണ്ടും ഏകദേശം നല്ലൊരു കറിക്കുള്ളതായിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ എനിക്ക് തോന്നുന്നു ചീര പറിച്ചിട്ട് ഇപ്പോൾ ഒരു 4 ദിവസത്തിനകത്ത് എന്തോ ആയിട്ടുള്ളൂ. പക്ഷെ അത്യാവശ്യം എന്നാലും നന്നായിട്ട് ഗ്രോത്ത് ആയിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ചീരയുടെ ഒരു അവസ്ഥ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതിനടിയിൽ ഈ മണ്ണുകളൊക്കെ ഒന്ന് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് കിളച്ചൊന്നും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ കുറച്ചും കൂടെ മണ്ണൊക്കെ ഒന്ന് ഇളകി കിടക്കുമ്പോൾ കുറച്ചും കൂടെ ഒക്കെ ഗ്രോത്ത് ആവാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതൊന്ന് ചെയ്തെടുക്കാവേ. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് ഇതിൻ്റെ അകത്ത് മണ്ണെല്ലാം ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാവേ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഞങ്ങൾ ചെയ്യാറുണ്ട് കേട്ടോ. മമ്മിയാണ് കൂടുതലും ചെയ്യുന്നത്. ഞാൻ ഈ വഴിക്കൊക്കെ ഇങ്ങനെ വരുമ്പോൾ ചെയ്യാറുണ്ട്. ഞാനിങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ നിന്ന നിപ്പിലൊക്കെ എനിക്കൊരു ഇത് തോന്നുമ്പോൾ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി വരും. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലും ചെയ്യുന്നത് മമ്മി തന്നെയാണ്. ഇപ്പോൾ കുറേ ആയി നമ്മളിങ്ങനെ ഇളക്കിയിട്ട് കൊടുത്തിട്ട്, നമുക്കൊന്ന് ചെയ്യാം. ഇവിടെ ഇരിക്കാനുള്ളൊരു സെറ്റപ്പില്ല. അങ്ങനെ നമ്മളിപ്പോൾ കുറേ ആയി കേട്ടോ നമ്മളിങ്ങനെ മണ്ണുകളൊക്കെ ഇളക്കിയിട്ട് കൊടുത്തിട്ട്. ഒരു 3-4 ദിവസത്തിന് മുമ്പ് ഞാനിതിനകത്ത് വന്നിട്ട് നമ്മുടെ വെണ്ടയ്ക്കൊക്കെ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും ഇപ്പം ഞാൻ വന്ന് നോക്കിയപ്പോഴുള്ള നിറയെ പോച്ചകളും ഒക്കെ ഉണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നത് ഒരു കാരണമാണ്. പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതനുസരിച്ച് പോച്ചകളും കിളിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോച്ചകളൊക്കെ ഒന്ന് പറിച്ചിട്ടിട്ട് അവിടെ നിൽക്കുന്ന നമ്മുടെ പിന്നെ വാഴയുടെയൊക്കെ മുട്ടിലോട്ട് തന്നെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. കാരണം അതൊരു വളവും ആയിക്കോളും. അപ്പം നമ്മുടെ അത്രയും ഭാഗത്ത് വൃത്തികേടും മാറും, എല്ലാം മാറിക്കോളും. പിന്നെ ഈ സമയത്ത് നല്ല വെയിലുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഏകദേശം ഒരു 4:30 ആയപ്പോഴാണ് കേട്ടോ ഞാനിത് ചെയ്യാൻ തുടങ്ങിയത്. ആ സമയത്തൊക്കെ നല്ല വെയിലായിരുന്നു. സത്യം പറഞ്ഞാൽ നന്നായിട്ട് വെയിലടിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ടും അവരോടുള്ളൊരു ഇഷ്ടം കൊണ്ടൊക്കെ കൂടിയാണ് കേട്ടോ അവിടെ തന്നെ ഇങ്ങനെ ഇരുന്ന് ചെയ്തത്. പിന്നെ നമുക്ക് അടുത്ത വേറൊരു മൂട്ടിലായിട്ടും വള്ളിപ്പയർ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പഴയ വള്ളിപ്പയറിനകത്ത് ഇടയ്ക്ക് വെച്ചൊന്ന് ഫ്ലോപ്പ് ആയായിരുന്നു. കാരണം അതെന്തോ കാരണത്താൽ അത് ഉണങ്ങി പൊയ്ക്കൊണ്ടിരുന്നു. പക്ഷെ നമ്മളത് വീണ്ടും നന്നായിട്ട് അതിന് വളമൊക്കെ കൊടുത്ത് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തപ്പോഴത്തേക്ക് നന്നായിട്ട് കയറി അത് പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇന്നലെയും അതിനകത്തുനിന്ന് അത്യാവശ്യം കുറേ പയർ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ വേറൊരു പുതിയ മൂടും വരുന്നുണ്ട്, കുറച്ച് അങ്ങോട്ട് മാറി വേറൊരു മൂടും വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു ചെറുതൊരെണ്ണമാണ്. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കിക്കുക, നമ്മൾ വെള്ളം കൊടുക്കുന്ന അനുസരിച്ചാണ് ഇതിനകത്ത് കായ്ഫലം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതൊരു ചെറിയ മൂടാണെങ്കിൽ അത്യാവശ്യം അതിനകത്ത് നന്നായിട്ട് പയർ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സാമ്രാജ്യത്തിൽ പുതിയൊരു അതിഥിയാണ് കേട്ടോ ഈ കോവല്. ഈ സത്യം പറഞ്ഞാൽ നമ്മൾ ഈ കോവയ്ക്ക നട്ടിട്ട് നമ്മൾ അതിനെ അധികം അങ്ങോട്ട് വെള്ളം ഒഴിക്കാനൊന്നിനും പോയില്ല, കാരണം അതങ്ങനെ അങ്ങ് വളർന്നോളൂ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ പിന്നീടാണ് മനസ്സിലായത് ആശാന് നന്നായിട്ട് വെള്ളം ഒഴിച്ചെങ്കിൽ മാത്രമേ ഈ കോവയ്ക്ക ഉണ്ടാവുക എന്നുള്ളത്. അതുപോലെ തന്നെ നമുക്ക് അതിനടുത്തായിട്ട് തന്നെ കാന്താരിമുളക് നിൽപ്പുണ്ട് കേട്ടോ. ആ ഒരു മരം നോക്കിക്കുക, അത്യാവശ്യം നല്ല രീതിയിൽ വലിപ്പം വെച്ചിട്ടുണ്ട് ആ കാന്താരി. പക്ഷെ ഒരൊറ്റ കാന്താരിമുളക് പോലും അതിനകത്തുനിന്ന് കിട്ടുന്നില്ല. കാരണം അതിനകത്തുനിന്ന് നല്ല തിങ്ങി ഞെരുങ്ങിയാണ് അതിൻ്റെ ഇലകൾ നിൽക്കുന്നത്. പക്ഷേ കാന്താരികൾ അതനുസരിച്ച് അങ്ങോട്ട് വരുന്നില്ല. പൂക്കൾ വരുന്നുണ്ട്, പക്ഷേ കാന്താരികൾ കിട്ടുന്നില്ല. അതെന്താണെന്നുള്ളതിൻ്റെ ഒരു റീസൺ നമുക്ക് അറിയാൻ വയ്യ. അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം. ഇത്രയും ഗ്രോത്ത് ആയിട്ട് നമുക്ക് കാന്താരികൾ കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ അതെന്തുകൊണ്ടാണെന്നൊന്ന് പറഞ്ഞു തരണം. അപ്പോൾ അതിനകത്ത് ഈ നമ്മുടെ കാട്ടിലൊക്കെ പടർന്ന് വരുന്ന ഒരുമാതിരി പയറുണ്ട്, ഒരു പയർ ചെടിയുണ്ട്. അതെല്ലാം അതിനകത്ത് കയറി ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് സെറ്റാക്കി ക്ലീനാക്കി എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ കോവലിന് ശിഖരങ്ങളൊക്കെ ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് വള്ളിയൊക്കെ കെട്ടി കൊടുത്തിട്ട് വള്ളിയൊക്കെ ഒന്ന് കെട്ടി അങ്ങനെ റെഡിയാക്കി കൊടുക്കുകയാണ് കേട്ടോ, അതുങ്ങൾക്ക് കയറിപ്പോകാൻ വേണ്ടിയിട്ട്.
പിന്നെന്താണ് അതിനകത്ത് ഇങ്ങനെ കോവലൊക്കെ കുറേ വന്ന് നിൽപ്പുണ്ടായിരുന്നു. ഞാൻ രാവിലെ ഇന്ന് കോവയ്ക്കൊക്കെ പറിച്ചിട്ട് നമ്മൾ ഇന്ന് കോവയ്ക്ക മെഴുക്കുവരട്ടിയൊക്കെയാണ് വെച്ചത് കേട്ടോ. കുറച്ച് തേങ്ങാക്കൊത്തും വറ്റൽമുളകും ഒക്കെ ഇട്ടിട്ടൊന്ന് സെറ്റാക്കി എടുക്കാമെങ്കിൽ എന്നാ ടേസ്റ്റാണെന്നറിയാവോ. അത്യാവശ്യം ഇത്രയൊന്ന് പിടിച്ചിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ചെറിയ രീതിയിൽ നമ്മൾ ബ്രഹ്മി വളർത്തുന്നുണ്ട്. ഞാൻ എൻ്റെ വീട്ടിൽ പോയപ്പോൾ കൊണ്ടുവന്നതാണ് ഈ ബ്രഹ്മി. ഇത് നമ്മൾ ഗ്രോ ബാഗിലാണ് വെച്ചിരിക്കുന്നത്. ആദ്യമേ ഞാനിതൊരു തറയിൽ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ നട്ട് വെച്ചപ്പോഴത്തേക്ക് അത് അത്രയ്ക്കും കൊണ്ട് കിളിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മളിതിനെ ഗ്രോ ബാഗിലോട്ട് മാറ്റി അതിൻ്റെ ആ തൈ ഇങ്ങനെ ഇറങ്ങി തുടങ്ങിയപ്പോഴത്തേക്ക് മണ്ണിലും കൂടെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ കിളിച്ചങ്ങ് പൊയ്ക്കോളുമല്ലോ. അപ്പോൾ ഈ ഗ്രോ ബാഗിൽ ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ടാണ് കേട്ടോ അത്യാവശ്യം തിങ്ങി അത് വളരാൻ തുടങ്ങിയത്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ഇതിനകത്ത് വെള്ളം ഒഴിച്ച് കൊടുക്കണം, എങ്കിൽ മാത്രമേ ഇത് വളർന്നുള്ളൂ. ഇതിനെപ്പോഴും വെള്ളത്തിൻ്റെ ഒരു നനവ് വേണം. അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓർക്കുന്ന സമയങ്ങളിലെല്ലാം പോയി അതിനകത്ത് വെള്ളം നനച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ ആ നനവുള്ള മണ്ണിലോട്ട് ഇത് ഏകദേശം കയറി അങ്ങ് വളർന്നു പൊയ്ക്കോളും. പിന്നെ ഈ സമയത്തൊക്കെ നല്ല ചൂടായിരുന്നത് കൊണ്ട് ആ വെള്ളത്തിൽ തന്നെ എടുത്തിട്ട് ഞാൻ മുഖമൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ. അത്രയ്ക്ക് ചൂടാണ്, ഒരു രക്ഷയില്ലാത്ത ചൂടാണ് കേട്ടോ. പിന്നെ ഞാൻ അവിടെ നിന്നിട്ട് പിന്നെ കോവലിന് മൂട്ടിലൊക്കെ നന്നായിട്ടൊന്ന് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഞാൻ ഈ കോവലിന് വെള്ളം എപ്പോൾ ഒഴിക്കാൻ വന്നാലും ഒരു അരമണിക്കൂറെങ്കിലും അതിൻ്റെ മൂട്ടിൽ ഈ ഓസ് ഇട്ടേക്കും. കാരണം ഈ കോവൽ, പാവൽ, പയറിനൊക്കെ നന്നായിട്ട് വെള്ളം കിട്ടിയെങ്കിൽ മാത്രമേ വളരുകയുള്ളൂ. പക്ഷേ ചീരയ്ക്കൊന്നും അത്തരം പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. അത്രയ്ക്ക് വെള്ളം വേണമെന്നൊന്നുമില്ല. പക്ഷേ ഇതുങ്ങൾക്കൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം ഒഴിച്ചു തുടങ്ങിയെങ്കിലേ കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ വഴുതനങ്ങ നമുക്ക് ഇപ്പം കറൻറ്റ്ലി 3 മൂടാണുള്ളത്. പക്ഷേ അതിനകത്തുനിന്ന് എങ്ങനെ പോയാലും നമുക്ക് ഓരോന്നെങ്കിലും വെച്ച് പിടിച്ച് കിട്ടുന്നുണ്ട് കേട്ടോ. ഞാൻ ഇത് ഇത്രയും സത്യം പറഞ്ഞാൽ വലുതാവുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. ഞാൻ ഇതിന് മുമ്പിനെ ഇത് പിച്ചും. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വഴുതനങ്ങ. ഇത് ഇത്രത്തോളം വലിപ്പം വെക്കാൻ ഞാൻ സത്യം പറഞ്ഞാൽ സമ്മതിക്കത്തില്ല. അതിന് മുമ്പേ പിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാ ഒന്ന് വിട്ട് നോക്കാം, എത്രത്തോളം വളരുമെന്ന് നോക്കാമെന്ന് വെച്ചിട്ട് നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. പിന്നെ അതെന്ന് വെച്ചാൽ ഒരു മുളകിൻ്റെ തൈയാണ് കേട്ടോ. അതിനകത്തും ചെറുതായിട്ട് പിടിച്ച് വരുന്നതേ ഉള്ളൂ. ഒരു മുളകോ മറ്റോ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ നേരത്തെ പറഞ്ഞ ഒരു വള്ളിപ്പയർ അതാണ്. അതിനകത്തും അത്യാവശ്യം നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട്. പിന്നെ ഇതും പുതിയതായിട്ട് വരുന്ന നമ്മുടെ പാവലാണ് കേട്ടോ. നമ്മുടെ പഴയ പാവലിനകത്തേക്ക് ഏകദേശം അതിൻ്റെ ഒരു കായ്ഫലമൊക്കെ കഴിയാറായിട്ടുണ്ടെന്നല്ല, നല്ല രീതിയിൽ കഴിഞ്ഞു. ഇനി അതിൻ്റെ ആ വള്ളികളെല്ലാം എടുത്ത് കളഞ്ഞിട്ട് നമുക്ക് അവിടെയും പുതിയതൊരെണ്ണം നടണം. ഇതിപ്പോൾ നമ്മൾ പുതിയത് നട്ടിട്ട് ഇതൊക്കെ പെട്ടെന്നാണ് കേട്ടോ കയറി ഗ്രോത്ത് ആവുന്നത്. നമ്മളെന്നാൽ അധികം വളങ്ങളോ ഒന്നും കൊടുക്കാറില്ല, പക്ഷേ പെട്ടെന്ന് കയറി ഗ്രോത്തായി. അതിനകത്തും ചെറുതായിട്ടൊക്കെ നമുക്ക് പാവയ്ക്കൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ വീണ്ടും ഞാൻ കറങ്ങിത്തിരിഞ്ഞ് ചീരയുടെ അടുത്ത് തന്നെ വന്നു. എന്താണെന്നറിയത്തില്ല, എനിക്ക് ചീരയോട് വല്ലാത്തൊരു പ്രേമമാണ് കേട്ടോ. അത്രേ ഉള്ളെങ്കിലും പക്ഷേ കാണുന്ന പോലല്ല കേട്ടോ, നല്ല രീതിയിൽ ഉണ്ട്. ഇപ്പം നമുക്ക് നാളെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ചീരയൊക്കെ ഒന്ന് മുറിച്ചെടുക്കണം. എന്നിട്ട് നാളത്തേക്കുള്ളൊരു തോരൻ നമുക്ക് വെക്കണം. അപ്പോൾ ഞാൻ അതിന് കുറേ നേരം അതിൻ്റെ കൂടെയൊക്കെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്ഥിരം വീഡിയോ കാണുന്നവർക്കറിയാം നമ്മുടെ ഒരു ഈ പുളിഞ്ചിക്ക മരം ഉള്ളത്. പിന്നെ അതിൻ്റെ അടുത്ത് പോയി നിന്നിട്ട് കുറച്ച് നേരം അതിൻ്റെ കൂടെയൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് അതിനകത്തുനിന്ന് പുളിഞ്ചിക്ക് പിച്ച് കഴിച്ചതാണ് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ പുളി ഉണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് ചെറുതായിട്ട് ചാറ്റൽ മഴയൊക്കെ വന്നു തുടങ്ങി. പക്ഷേ പെയ്തൊന്നുമില്ല കേട്ടോ, നമ്മളെ മഴ പറ്റിച്ചു. പക്ഷേ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അയ്യത്തുനിന്ന് പെട്ടെന്ന് കയറിപ്പോയിരുന്ന ഒരു സമയത്ത് ചെറുതായിട്ടൊക്കെ ഒന്ന് പെയ്തു തുടങ്ങി. ഇനി നമുക്ക് ഇതിനകത്തേക്കുന്ന പുളിഞ്ചിക്കയൊക്കെ ഒന്ന് പറിച്ചിട്ട് കുറച്ച് ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് ഉണക്കി എടുക്കണം. കാരണം മീൻ പീരയൊക്കെ പറ്റിക്കുന്ന സമയത്ത് അതിനകത്ത് ഇട്ടാൽ നല്ലതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയാണ്. നമ്മുടെ ഈ ഒരു കുട്ടി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ബായ്.